പാടശേഖര സമിതി കൊയ്ത്തന്ത്രം കയറ്റിവിട്ടതിനാൽ വിളവെടുക്കാൻ പറ്റാതെ പ്രതിസന്ധിയിലായി ഒരു കർഷകൻ. വൈക്കം തലയാഴം തോട്ടകം കളപ്പുരക്കൽ കരിയിൽ കൃഷിയിറക്കിയ അജിമോനാണ് ഈ പ്രതിസന്ധി മൂലം വലയുന്നത്. വൈക്കം തലയാഴം തോട്ടകം കളപ്പുരക്കൽ കരിയിൽ സർക്കാർ മിച്ചഭൂമിയായ 7 ഏക്കർ 75,001 രൂപയ്ക്ക് ലേലത്തിനെടുത്താണ് അജിമോൻ കൃഷിയിറക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 7 തവണയും ഇവിടെ കൃഷിയിറക്കിയത് അജിമോനാണ്. 50 ഏക്കർ വരുന്ന കളപ്പുരയ്ക്കൽ കരിയിൽ 47 കർഷകരാണുള്ളത്. കൊയ്ത്താരംഭിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും അജിമോന്റെ പാടത്തിൽ കൊയ്യാതെ കൊയ്ത്ത് യന്ത്രം ചങ്ങാടത്തിൽ കയറ്റി അയക്കുകയായിരുന്നു. വിളവെടുക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ പാടശേഖര സമിതി ഒരു പരാതി കൊണ്ട് താലൂക്ക് ഓഫീസിൽ കൊടുക്കുകയും താലൂക്ക് ഓഫീസ് എന്നെ വിളിക്കുകയും വിളിച്ചു കഴിഞ്ഞ് ഞാനിവിടെ വരികയും ചെയ്തു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ താലൂക്ക് ഓഫീസിൽ ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇത് പൊതുച്ചെലവിൻ്റെ കാശ് കൊടുത്തില്ല ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന തടസ്സങ്ങളുണ്ട്, അപ്പോൾ സാർ ഇവിടെ വന്ന് നോക്കിയിട്ട് അതിൻ്റെ തീരുമാനം എടുക്കാം, അതുകൊണ്ട് കൊയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു അടുത്ത ദിവസം തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അത് സമ്മതിച്ച് കഴിഞ്ഞപ്പോൾ ഈ പുള്ളി വന്നുമില്ല. ഈ പുള്ളി വരാഞ്ഞിട്ട് ഫോണിലൂടെ ആണ് സംസാരിച്ച് ഈ വിഷയം ഇങ്ങനെ കൊയ്ത് പോകാൻ പറഞ്ഞത്. കൊയ്യാന്ന് പറഞ്ഞിട്ട് കൊയ്തില്ല. കൊയ്യാതെ വീണ്ടും വേറെ ചെങ്ങാടം വിളിച്ച് അപ്പറയോടി കയറ്റി ഇപ്പുറത്തിറക്കി ഇനി 7,000 രൂപ ചിലവുണ്ടെന്നും ആ 7,000 രൂപ കൂടി ഞാൻ കൊടുക്കണമെന്നും പറഞ്ഞ് പഞ്ചായത്തിലും പറഞ്ഞ് എല്ലായിടത്തും പഞ്ചായത്തുകാർ വിളിച്ചപ്പോഴും യോഗത്തിലേക്ക് പറയുകയും ചെയ്തു. പാടശേഖര സമിതി പാടത്തേക്ക് വെള്ളം എത്തിക്കുന്ന ചാലിൽ മുട്ടിയിട്ടും വെള്ളം എത്തിക്കാത്ത സ്ഥിതി ഉണ്ടായതുമൂലം ശുദ്ധജലം ലഭിക്കാത്തതിനാൽ വിളവ് കുറഞ്ഞതായും അജിമോൻ ആരോപിക്കുന്നു. കൊയ്ത്ത് യന്ത്രം പാടത്തിറക്കാൻ 37,000 രൂപ ചിലവാണ് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ മൂലം കൊയ്ത്ത് യന്ത്രം കൊണ്ടുവന്നാലും നിലത്ത് താഴുമെന്ന നിലയായതിനാൽ ഇരട്ടി തുകയാണ് വേണ്ടത്. കൃഷിഭവനിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ട് നീതിപൂർവമായ നടപടി ഉണ്ടായില്ലെന്ന് അജിമോൻ കുറ്റപ്പെടുത്തുന്നു. ഇത് കൊയ്തിട്ട് വണ്ടി പോവുള്ളെന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തം കൊയ്തിട്ടും 50 ഏക്കറോളം കൊയ്തിട്ടും എനിക്ക് എൻ്റെ അടുത്ത് കൊയ്തില്ല. കൊയ്യാതെ വണ്ടി കയറി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് എന്നോട് ജില്ലാ പഞ്ചായത്തിൽ ചെന്ന് എഗ്രിമെൻറ്റ് വെക്ക് എന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കി ഇവിടുന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അടുത്ത പാടത്ത് കയറി എഗ്രിമെൻ്റ് ഇല്ലാത്ത പാടത്ത് കയറി 4 ഏക്കർ കൊയ്യുകയും അത് കഴിഞ്ഞ് ഉടനെ തന്നെ വണ്ടി ചങ്ങാടത്തെ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ പൊതുചിലവായി നൽകാനുള്ള തുക അജിമോൻ നൽകിയിട്ടില്ലെന്നും അതുമൂലമാണ് സഹകരിക്കാത്തതെന്നും പാടശേഖര സമിതി സെക്രട്ടറി PG ബേബി പറഞ്ഞു. നെല്ല് വിളവെടുപ്പിന് ശേഷം PRS എഴുതി കഴിഞ്ഞാണ് കർഷകർ പൊതുചെലവ് നൽകുന്നതെന്നും കഴിഞ്ഞ തവണ 10,000 രൂപ നൽകിയെന്നും നെല്ലിന്റെ വിലയിനത്തിൽ പാടശേഖര സമിതി തനിക്ക് പണം തരാനുണ്ടെന്നും അജിമോൻ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, വൈക്കം. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.